നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് വൈക്കിങ്സ് എന്നുള്ളൊരു ചരിത്രപരമായിട്ടുള്ള ബ്രഹ്മാണ്ഡമായിട്ടുള്ളൊരു വെബ് സീരീസാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇതിനു മുൻപുള്ള എപ്പിസോഡുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് വരും. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ യേൾബോഗ് റാഗ്നർ ഇല്ലാത്ത സമയത്ത് കാത്തഗട്ടിനെതിരായിട്ട് യുദ്ധം ചെയ്ത് കാത്തഗട്ട് പിടിച്ചെടുത്തു. ഇതിനുശേഷം ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ നോക്കാം. വൈക്കിങ്സ് സീസൺ 2 എപ്പിസോഡ് 4 ഐ ഫോർ ആൻ ഐ. കാത്തഗട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന റോളോ ഒരു അഴുക്കായിട്ടുള്ള വീട് കണ്ടുപിടിച്ച് അവിടെ പ്രിൻസസ് ആസ്ലോഗ്, സിഗിയും മറ്റുള്ള എല്ലാവരോടും നമുക്കിന്ന് ഇവിടെ തങ്ങാമെന്ന് പറയും. പക്ഷേ പ്രിൻസസ് ആസ്ലോഗ് എന്നെ കൊണ്ടൊന്നും ഈ വൃത്തികെട്ട സ്ഥലത്തൊന്നും തങ്ങാനായിട്ട് പറ്റുന്നില്ല, ഇവിടെയൊക്കെ നല്ല അഴുക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പറയും. അപ്പോൾ റോളോ പറയും, പ്രിൻസസ് വരാൻ പോകുന്നത് മഞ്ഞുകാലമാണ്, ഇവിടെ അടുത്ത് തന്നെ വേറൊരു സ്ഥലവുമില്ല, ചൂടുകാനുള്ള സൗകര്യമെങ്കിലും ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും മരിച്ചു പോകും. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ അടുത്തേതെങ്കിലുമൊക്കെ ഒരു ഏളിൻ്റെ ഹാളിലേക്ക് പോകാം, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചാൽ തന്നെ കുറച്ച് ദിവസത്തിനകം യേൾബോഗ് നമ്മളെല്ലാവരെയും കണ്ടുപിടിക്കും. ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും സംരക്ഷണം എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ സിഗി ഇങ്ങനെ പറയും, നമ്മൾ ഇതെല്ലാം അതിജീവിക്കും. കാത്തഗട്ടിൽ ഉള്ള യേൾബോഗ് അവിടെ സറണ്ടറായിട്ടുള്ള പൊതുജനങ്ങളോട് എല്ലാവരോടും സംസാരിക്കുകയാണ്. കാത്തഗട്ടിലെ ജനങ്ങളെ, നിങ്ങൾക്ക് സ്വാഗതം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ യേൾബോഗ് ഗോത്താലാൻഡിൽ നിന്ന് വരുന്നു, നിങ്ങളുടെ പുതിയ ഭരണാധികാരി. ന്യായം എൻ്റെ ഭാഗത്തായത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കാൻ കാരണം. നിങ്ങളുടെ ഏൾ റാഗ്നർ ഞാനുമായി ഏർപ്പെട്ട കരാറിൽ ലംഘിച്ചു. അത് കാരണം കൊണ്ട് ഞങ്ങളുടെ ന്യായവിധി പ്രകാരം അയാൾക്കിനി ഭരിക്കാനുള്ള അധികാരം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഞാനൊരു നല്ല ഭരണാധികാരിയായിരിക്കും. കാത്തഗട്ട് ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമാണ്, അത് വികസിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എൻ്റെ ഒപ്പം ചേർന്ന് എനിക്ക് വേണ്ടി ജോലി ചെയ്താൽ ഇനിയൊരു പ്രശ്നവും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ കൂട്ടത്തിലുള്ള ആളുകളെയും ഇവിടെ കൊണ്ടുവരും. അതൊന്നും നിങ്ങൾക്കൊരു ശല്യവുമാവില്ല. നമുക്കിവിടെ ഒരു കുടുംബം പോലെ ജീവിക്കാം. എൻ്റെ ഭരണത്തിനെതിരെ ആരും ഇവിടെ ശബ്ദിക്കാൻ പാടില്ല. ഞാനറിയാതെ മറ്റൊരു നിയമവും ഇവിടെ ഉണ്ടാവില്ല. പിന്നെ റാഗ്നർ ലോത്ബ്രോക്കിൻ്റെ ഭാര്യ, മക്കൾ, സഹോദരർ ഇവരെ പറ്റിയുള്ള ശരിയായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കുന്നവർക്ക് അവരുടെ അതേ തൂക്കത്തിൽ സ്വർണവും വെള്ളിയും സമ്മാനമായിട്ട് തരാമെന്ന് പറയും. ഇനി മുതൽ കുറ്റവാളികൾക്ക് മാത്രമേ റാഗ്നർ ലോത്ബ്രോക്ക് എന്ന പേര് പറയുകയുള്ളൂ. ഒരർത്ഥത്തിലും റാഗ്നർ ലോത്ബ്രോക്ക് എന്നയാൾ ജീവനോട് ഇരിപ്പില്ല എന്ന് പറഞ്ഞിങ്ങനെ പ്രഖ്യാപിക്കും. ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൂരത്തിൽ നിന്ന് സീർ കാണും. സീർ ഇങ്ങനെ അവിടെ നിൽക്കുന്നത് യേൾബോഗും കാണും. കുറച്ചു നേരം കഴിഞ്ഞ് യേൾബോഗ് സീറിനെ പോയി കാണും. എൻ്റെ ഭാവി കാലം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ സീർ പറയും, യേൾബോഗിൻ്റെ മേലെ ഒരു പരുന്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, അത് മാത്രമല്ലാതെ ആ പരുന്തിന് യേൾബോഗാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാവുന്ന പോലെ പറയും. ഇത് കേൾക്കുന്ന യേൾബോഗും പരുന്ത് എന്ന് പറയുമ്പോൾ അതൊരു നല്ല ലക്ഷണമാണ് എന്ന് പറഞ്ഞിട്ട് സീറിൻ്റെ ഉള്ളംകൈ അങ്ങനെ നക്കിയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകും. കിങ്ഡം ഓഫ് വെക്സിസ്, ഇംഗ്ലണ്ടിൽ കിങ് എഗ്ബത്തിൻ്റെ കൊട്ടാരത്തിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവിടെയുള്ള അധികാരികൾ കിങ് എഗ്ബത്തിനോട് പറയും, നമ്മൾ ഇനിയും ഒന്നും ചെയ്തില്ലെങ്കിൽ അവരുടെ കൊള്ളയടി വർദ്ധിക്കും. നമ്മൾ പറഞ്ഞാലും അവർ തിരിച്ചു പോകാനുള്ള ഉദ്ദേശമില്ല. സൈന്യം തയ്യാറാണ്, അങ്ങയുടെ ഉത്തരവിനായി കാത്തിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ കിങ് എഗ്ബത്ത് അവർക്ക് സംസാരിക്കണം എന്നല്ലേ പറഞ്ഞ്, അപ്പോൾ ആദ്യം സംസാരിക്കുക. പക്ഷെ നമ്മൾ അവരെ എന്തർത്ഥത്തിൽ വിശ്വസിക്കും? ഒരു കാരണവുമില്ലാതെ കൊല്ലുന്നവരെയും പുണ്യസ്ഥലങ്ങളൊക്കെ അശുദ്ധമാക്കുകയും ചെയ്യുന്നവരെ. ശരിയാണ്, അവരെ വിശ്വസിക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ചർച്ചയ്ക്ക് മുൻപ് ഇരു കൂട്ടരുടെ ഭാഗത്ത് നിന്ന് ഒരു ബന്ദിയെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം. നമ്മുടെ ഭാഗത്ത് നിന്ന് എൻ്റെ മകൻ ആത്തൽവുൾഫിനെ അയക്കാം. ഇപ്പോൾ അവിടെയുള്ള എല്ലാവരും നെട്ടും കൂടുതൽ വിലയുള്ള ബന്ദിക്കാണ് കൂടുതൽ സുരക്ഷ എന്ന് പറയും. പക്ഷെ അവരുടെ കൂട്ടത്തിൽ നിന്ന് തുല്യ വിലയുള്ള ഒരാളെ ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറയും. അപ്പോൾ അവിടെയുള്ള ബിഷപ്പ്, ഈ അപരിചിതരായിട്ടുള്ളവരെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് ആത്തൽവുൾഫിനെ അയക്കുന്നത്? അപ്പോൾ കിങ് പറയും, ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസ് ആണ്, പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മളും അവരെ പോലെ അവിശ്വാസികളായിരുന്നില്ലേ? അപ്പോഴെല്ലാം വേണ്ടപ്പെട്ടവർ നമ്മളെ വിശ്വസിച്ച് വില കൽപ്പിച്ചിരുന്നില്ലേ, നമ്മുടെ മക്കൾക്ക്? പക്ഷെ ഞാൻ സത്യം ചെയ്ത് പറയുന്നു, എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരാളെ അയച്ചാൽ മാത്രമേ ഞാൻ എൻ്റെ മകൻ ആത്തൽവുൾഫിനെ അയക്കുള്ളൂ എന്ന് പറയും. നിന്നില്ലാതെ ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയും. അപ്പം ആത്തൽവുൾഫും എല്ലാം അച്ഛൻ പറയുന്ന പോലെ തന്നെ എന്ന് പറയും. ആ അഴുക്കായിട്ടുള്ള കന്നുകാലികളും എല്ലാവരും ഒരു മുറിക്കുള്ളിൽ തന്നെ താമസിക്കുന്ന ആ വീട്ടിൽ പ്രിൻസസ് ആസ്ലോഗ്, കുട്ടികൾ, സിഗി ഇവരെല്ലാവരും താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പ്രിൻസസ് ആസ്ലോഗ് ആണെങ്കിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും ഇതുപോലെ ഇങ്ങനെ കഷ്ടപ്പെടാനൊന്നും വയ്യ, ഇനി ഒരു നിമിഷം പോലും എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പോൾ സിഗി, എനിക്കറിയാം നിനക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന്. നമ്മുടെ നാട്ടിലെ ഒത്തിരി ജനങ്ങൾ ഇതുപോലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചകൾ മാത്രമായിരിക്കില്ല. ഇതെല്ലാം നീ സഹിക്കണം, എന്നാൽ മാത്രമേ നിൻ്റെ കുഞ്ഞുങ്ങൾ ജീവനോട് ഉണ്ടാവൂ എന്ന് പറയും. കുറച്ചു നേരം കഴിഞ്ഞ് റാഗ്നർ, കിങ് ഹോറിക്കിൻ്റെ മകൻ എർലിൻഡർ, ആത്തലിസ്റ്റൻ, ട്രോസ്റ്റിൻ, ഫ്ലോക്കി ഇവരെല്ലാവരും കൂടെ കുതിരയിൽ വന്ന് കിങ് എഗ്ബത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ചുമരിൻ്റെ മുന്നിൽ വന്ന് നിൽക്കും. കിങ് എഗ്ബത്തിൻ്റെ മകൻ ആത്തൽവുൾഫ് ബന്ദിയായിട്ട് നോർത്ത്മാൻസിൻ്റെ കൂടെ പോകും. ഇതിന് പകരമായിട്ട് നോർത്ത്മാൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരാൾ വരണമല്ലോ. ആര് വരുമെന്ന് വെച്ചാൽ റാഗ്നർ തന്നെ വരും. നമ്മുടെ റാഗ്നർ കിങ് എഗ്ബത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകും.
കിങ് എഗ്ബത്ത് ആണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ആ കൊട്ടാരത്തിലുള്ള കുളത്തിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. റാഗ്നറിനോട് ഇപ്പോൾ കിങ് എഗ്ബത്ത് എൻ്റെ കൂടെ വെള്ളത്തിൽ ചൂട് കുറവാണ് എന്ന് പറയും. അപ്പോൾ തന്നെ റാഗ്നറും ആ കുളത്തിലേക്ക് പോകും. ഇപ്പം അദ്ദേഹം പറയും, ദേ ഇപ്പോഴും നമ്മൾ തുല്യരാണ്, മുഖത്തോട് മുഖം നോക്കി എല്ലാം തുറന്ന് സംസാരിക്കുക. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടോ റാഗ്നർ ലോത്ബ്രോക്ക്, നിങ്ങൾ എന്താണ് തിരിച്ചു പോകാത്തത്? വിൻഡർസ്റ്ററിൽ നിങ്ങൾ നടത്തിയ കൊള്ളയടിയിൽ ഉറപ്പായും നിങ്ങൾക്ക് ഒരുപാട് നിധി കിട്ടിക്കാണും. എന്നിട്ടും ഇവിടെ തന്നെ തുടരുന്നു. എനിക്കൊരു വലിയ സൈന്യം വിളിച്ചു കൂട്ടാനുള്ള സമയം തരുന്നു. അപ്പർ റാഗ്നർ, എനിക്ക് വേണ്ടത് നിധിയൊന്നുമല്ല, പുതിയ അറിവുകൾ തേടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നിങ്ങളുടെ മണ്ണ് അറിയണം, അതിലെ കൃഷിരീതി അറിയണം. സത്യത്തിൽ ഞാനൊരു കർഷകനാണ്. അതായത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് എൻ്റെ സ്ഥലം തരണമെന്നല്ല ഈ സംസാരിക്കുന്നതിൻ്റെ അർത്ഥം. നടക്കുമെങ്കിൽ ശരി, പക്ഷെ നിങ്ങൾ തിരിച്ച് എനിക്കും ചില സഹായങ്ങൾ ചെയ്യേണ്ടി വരും. നോക്കൂ റാഗ്നർ ലോത്ബ്രോക്ക്, എനിക്കും കുറേ ആഗ്രഹങ്ങളുണ്ട്, കുറേ അധികം പദ്ധതികളുമുണ്ട്. അതെല്ലാം നേടാൻ നിങ്ങളും നിങ്ങളുടെ പോരാളികളും എനിക്കൊപ്പം ഉണ്ടാവണം. അതിനുശേഷം റാഗ്നർ ഈ കാര്യങ്ങളൊക്കെ ക്യാമ്പിൽ വന്ന് കിങ് ഹോറിക്കിനോട് പറയും. അപ്പോൾ കിങ് ഹോറിക്ക് ആ ക്രിസ്ത്യൻസ് പറയുന്നതൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൂരത്തിൽ നിന്നൊരു കപ്പൽ വരും. ഇത് കിങ് ഹോറിക്കിൻ്റെ കപ്പലാണ്. ആ കപ്പലിൽ ടോർവാഡൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം വന്ന് പറയും, റാഗ്നർ ലോത്ബ്രോക്കിന് ഒരു ദുഃഖപരമായിട്ടുള്ള സന്ദേശം അറിയിക്കാനുണ്ട് എന്ന് പറയും. അദ്ദേഹം പോയി റാഗ്നറിനോട് പറയും, ഏൾബോഗ് നിങ്ങളുടെ ഭരണം പിടിച്ചെടുത്തു, നിങ്ങളുടെ കുടുംബത്തെ ഇപ്പോൾ കാണാനില്ല. ഏൾബോഗ് കാത്തഗട്ടിൻ്റെ ഹാളിൽ നിങ്ങൾക്ക് പകരം ഭരണം തുടങ്ങി എന്ന് പറയും. ഈ കാര്യങ്ങളെല്ലാം കേട്ടതും റാഗ്നറിൻ്റെ മുഖത്താണെങ്കിൽ നല്ല ദേഷ്യം, പോയത് ഏൾബോഗിനെ തീർക്കണം എന്ന് പറഞ്ഞ് തീരുമാനിക്കും. അപ്പോൾ തന്നെ ഫ്ലോക്കിയുടെ മുഖത്തും അതേ ദേഷ്യം. അദ്ദേഹം അപ്പം തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാം കെട്ടിയെടുത്ത് പോകാനായിട്ട് നിൽക്കും. എനിക്ക് എൻ്റെ കുടുംബത്തെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ പോവാണ് എന്ന് പറഞ്ഞ് കിങ് ഹോറിക്കിനോട് പറയും. അപ്പോൾ കിങ് ഹോറിക്ക് പറയും, ഞാൻ ഇവിടെ തന്നെ നിൽക്കണമെന്ന് തോന്നുന്നു റാഗ്നർ, എനിക്ക് കിങ് എഗ്ബത്തിനോട് സംസാരിക്കണം. അയാൾ നമ്മളെ പേടിച്ചിരിക്കുകയാണ്. അതുപയോഗിച്ച് അയാളുമായിട്ട് നമുക്ക് അനുകൂലമായിട്ടൊരു കരാർ ഉറപ്പിക്കണം. നിങ്ങൾക്ക് അവരുടെ ഭാഷ പോലും അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ സംസാരിക്കും? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ആത്ലസ്റ്റൻ എൻ്റെ ഒപ്പം നിൽക്കട്ടെ, അയാളുമായിട്ട് സംസാരിക്കുമല്ലോ. ആത്ലസ്റ്റൻ ഒരു സ്വതന്ത്രനാണ്, ഇവിടെ ആർക്കും അവൻ അടിമയല്ല, അവൻ സ്വയമായിട്ട് തീരുമാനിക്കാം. അപ്പം ആത്ലസ്റ്റൻ ഇവിടെ നിന്ന് കിങ് ഹോറിക്കിനെ സഹായിക്കാമെങ്കിൽ അതിൽ എനിക്കും സന്തോഷമേ ഉള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുന്ന റാഗ്നറിനാണെങ്കിൽ ഒരേ ഞെട്ടൽ, ആത്ലസ്റ്റൻ എങ്ങനെയാണ് ഇതിനൊക്കെ സമ്മതിച്ചത് എന്ന് പറഞ്ഞിട്ട്. ശരി, എന്തോ ആയിക്കോട്ടെ, എല്ലാം നിൻ്റെ ഇഷ്ടം. അടുത്ത ദിവസം രാവിലെ ഞങ്ങളെല്ലാവരും പോകും. അപ്പം നിൻ്റെ മനസ്സ് മാറിയാൽ നീ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറയും. ഇപ്പോൾ അടുത്ത ദിവസം അതിരാവിലെ റാഗ്നർ, ഫ്ലോക്കി, ട്രോസ്റ്റിൻ പിന്നെ മറ്റുള്ള എല്ലാവരും കൂടെ 3 കപ്പലെടുത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകും. ഇവരിലെ 3 കപ്പലിൽ തിരിച്ചുപോയി എന്ന് പറഞ്ഞ് കിങ് എഗ്ബത്തിൻ്റെ സൈനികൻ ഒരിടത്ത് ദൂരത്ത് നിന്ന് കാണും. ആ സൈനികൻ അങ്ങനെ നേരെ കൊട്ടാരത്തിനുള്ളിൽ പോയി ഇതെല്ലാം പറയും. ഏൾ സിഗ്വർഡിൻ്റെ ടെറിട്ടറിയിൽ സ്കാൻഡിനേവിയയിൽ ബിയാണും ഈ കാര്യങ്ങളെല്ലാം അറിയും. അതായത് ഏൾബോഗ് റാഗ്നറിൻ്റെ മണ്ണ് പിടിച്ചെടുത്തു, എതിരെ വരുന്ന എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. റോളോ, പ്രിൻസസ് ആസ്ലോഗ്, അവരുടെ മക്കൾ സിഗി, ഇവരെല്ലാവരെയും കാത്തഗട്ടിൽ നിന്ന് തുരത്തി. റാഗ്നർ എന്തായാലും തിരിച്ചു വരും ആ മണ്ണിന് വേണ്ടി യുദ്ധം ചെയ്യാൻ. നമ്മൾ എന്തായാലും അദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞ് ബിയാൻ ലഗാത്തയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റോളോ ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് ആ അഴുക്കാട്ടുള്ള വീട്ടിലേക്ക് വന്ന് സിഗിയോട് പറയും, ഏൾബോഗിന് എതിരായി നമുക്കൊപ്പം ചേർക്കാനായി കുറച്ച് കർഷകരെ കണ്ടെത്തി. എത്ര പേരുണ്ട്? 30ഓളം പോരാളികളുണ്ട്. അത് പോരല്ലോ, ഒരു യുദ്ധത്തിന് അത് പോരാ എന്ന് എനിക്കും അറിയാം. പക്ഷെ പിടിച്ചു നിൽക്കാനും തിരിച്ചടിക്കാനും അത് മതിയാകും. ഏൾബോഗിന് താൻ നേടിയതൊന്നും സുരക്ഷിതമല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കണം. ചെറിയ ചെറിയ സൈനിക താവളങ്ങൾ ആദ്യം ആക്രമിച്ച് ധാന്യങ്ങൾ പിടിച്ചെടുക്കണം. അധികം വൈകാതെ തന്നെ എൻ്റെ സഹോദരൻ തിരിച്ചു വരും. അതുവരെയെങ്കിലും അവൻ്റെ ഓർമ്മകൾ ഇവിടെ നിലനിർത്തണം. ഇപ്പോൾ സിഗി റോളോയുടെ പഴയ ചങ്കൂറ്റവും ധൈര്യവും കഷ്ടപ്പാടും എല്ലാം കണ്ടിട്ട് റോളോനെ ഇങ്ങനെ പ്രശംസിക്കും. അപ്പോൾ റോളോ പറയും, എൻ്റെ സഹോദരൻ എന്നോട് ക്ഷമിച്ചു. അസാധ്യമെന്നാണ് ഞാൻ കരുതിയത്. മനസ്സുകൊണ്ട് തേടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്നേക്കാൾ ഞാൻ അവനെയാണ് കൂടുതൽ സ്നേഹിച്ചിരുന്നത്. പലതിനും എന്നോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നി എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങനെ റൊമാൻറ്റിക്കാവും. ഇവിടെ ഡെവിൽ നമ്മുടെ ലഗാത്ത ഉണ്ടല്ലോ, നമ്മുടെ ലഗാത്ത സിഗ്വേർഡിനോട് പോയിട്ട് ചോദിക്കും. പക്ഷേ സിഗ്വേർഡ് ആണെങ്കിൽ നന്നായിട്ട് കുടിച്ച് അതിൻ്റെ ലഹരിയിലിരിക്കുകയാണ്. അദ്ദേഹത്തിനാണെങ്കിൽ റാഗ്നറിനെ കുറിച്ച് സംസാരിക്കുന്നതും കേൾക്കാനൊന്നും വലുതായിട്ട് താല്പര്യമില്ല. അത് കാരണം കൊണ്ട് ലഗാത്ത പറയുന്നതൊന്നും അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കില്ല. പക്ഷേ എന്നാലും ലഗാത്ത ഇങ്ങനെ സമാധാനത്തിൽ പറയും, ഈ വർഷത്തിൽ ഇപ്പോൾ ഇടപെട്ടില്ലെങ്കിൽ പിന്നീടത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ബുദ്ധിമുട്ടാവും. ഏൾബോഗും അയാളുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഗോത്താലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന് താമസിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ മുന്നിലായിരിക്കും. റാഗ്നറിന് ശേഷം അവൻ്റെ അടുത്ത ലക്ഷ്യം നിങ്ങളായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സ്ഥലം അവൻ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. ഇപ്പോൾ പോയിട്ട് നമ്മുടെ സൈന്യം റാഗ്നറിനെ സഹായിക്കണം എന്ന് പറഞ്ഞ് ലഗാത്ത ഇങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ സിഗ്വട്ട് ആണെങ്കിൽ ഇതൊന്നും കേൾക്കാതെ ലഗാത്ത ഇങ്ങനെ റേപ്പ് ചെയ്യാൻ നോക്കും. പക്ഷെ എന്നാൽ നമ്മുടെ ലഗാത്തയാണെങ്കിൽ ഒരു സിംഗപ്പെണ്ണാണല്ലോ, അവൻ അങ്ങനെ അടിച്ച് താഴെ കിടത്തും. ഇപ്പോൾ റൂമിൻ്റെ പുറത്ത് തന്നെയാണ് ബിയാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു കത്തിയും കൊണ്ട്. അതായത് തൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ സിഗ്വഡിനെ കൊല്ലാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ ലഗാത്ത പുറത്ത് വന്ന് ബിയാൻ ഇങ്ങനെ സമാധാനപ്പെടുത്തും. ഇവിടെ ക്യാമ്പിൽ കിങ് ഹോറിക്കും അദ്ദേഹത്തിൻ്റെ സൈനികരെല്ലാവരും മദ്യപിച്ച് ലഹരിയിൽ
ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്തലിസ്റ്റും മാത്രം ഒറ്റയ്ക്ക് ഒരു ക്യാമ്പിൽ ഒരു ടെൻറ്റിൽ ഇങ്ങനെ മാറിപ്പോയിരിക്കുക. ആത്തലിസ്റ്റിൻ്റെ മനസ്സിക്കപ്പോൾ എന്തോ പോലുണ്ട്. ഇപ്പോൾ ഫ്ലോക്കി ഇതിന് മുൻപ് കൊടുത്തിട്ട് പോയ ആ റിലീജിയസ് ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ വായിക്കും. കുറച്ച് പേജുകൾ ഇങ്ങനെ മറിച്ച് നോക്കിയതും ഒരാളെ ഇങ്ങനെ കുരിശിൽ തളച്ചിട്ടൊരു ചിത്രം കാണും. അത് നോക്കിയതും ഇപ്പോൾ ആത്തലിസ്റ്റിൻ്റെ കണ്ണിൽ ആ പേജിലൂടെ ഇങ്ങനെ ചോരയൊക്കെ ഇങ്ങനെ കുടുടാന്ന് ഒഴുകുന്നത് കാണും. പക്ഷേ ഇങ്ങനെ ചോരയൊക്കെ ഒഴുകുന്നത് ആത്തലിസ്റ്റിൻ്റെ ഒരു സങ്കല്പമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തന്നെ അറിയുന്നില്ല. ഇപ്പോൾ ഇവിടെ കിങ് എഗ്ബത്ത് അദ്ദേഹത്തിൻ്റെ ദൈവമായ ക്രിസ്തുവിനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഴുക്കായിട്ടുള്ള വീട്ടിലാണോ പ്രിൻസസ് ആസ്ലോഗ് ഉള്ളത്. അവളിങ്ങനെ സങ്കടത്തിൽ ആ വീട്ടിൻ്റെ പുറത്ത് വരും. ഇപ്പോൾ ദൂരത്തിൽ നിന്ന് നോക്കിയതും ദൂരത്തിൽ നിന്ന് റാഗ്നർ ഇങ്ങനെ ഓടി വരുന്നു. പ്രിൻസസ് ആസ്ലോഗിനാണെങ്കിൽ ഇതെല്ലാം കണ്ടത് നന്നായിട്ട് സന്തോഷം വരും. പക്ഷേ കണ്ണടച്ച് തുറന്നതും അവിടെ റാഗ്നർ ഇല്ല. അപ്പോൾ ഇതെല്ലാം പ്രിൻസസ് ആസ്ലോഗിൻ്റെ ഒരു സങ്കല്പമാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ റാഗ്നർ എവിടെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ അദ്ദേഹം കാട്ടിൻ്റെ ഉള്ളിലുള്ള ഫ്ലോക്കിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ വരുന്നത് കണ്ടതും ഫ്ലോക്കിയുടെ കാമുക ഹിൽക്ക് ഇങ്ങനെ ഓടി വരും. ഇപ്പോൾ റാഗ്നറിന് ഓടിപ്പോയിട്ട് ഹെൽഗയോട് ചോദിക്കും, എൻ്റെ കുടുംബം ഇവിടെയുണ്ടോ? ഇല്ല, ഇവിടെയില്ല, പക്ഷേ എവിടെയാണ് ഉള്ളതെന്ന് എനിക്കറിയാം. ഏൾബോഗൻ്റെ ഉറക്കം കെടുത്തി അവിടെ തീർക്കണമെന്ന് പറയും. ഇപ്പോൾ ഹിൽഗ് നേരെ ഫ്ലോക്കിയുടെ അടുത്ത് പോകും. ഫ്ലോക്കി ഇങ്ങനെ സങ്കടത്തിലിരിക്കുകയാണ്. ഇപ്പോൾ ഫ്ലോക്കി പറയും, തോറിന് ഞങ്ങളുടെ മേലെ ദേഷ്യമുണ്ട്. ഇടിമിന്നലും തിരമാലകളും ഞങ്ങൾക്കെതിരായിട്ട് വന്നു. കപ്പലുകളിൽ വെള്ളം കയറി. അതിൽ ഒരു കപ്പൽ അത് താങ്ങാനാവാതെ മുങ്ങിപ്പോയി. ആ മുങ്ങിപ്പോയവരുടെ കത്തുന്ന ശബ്ദങ്ങൾ ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ പറയും. അതായത് ഇവർ അവിടെ നിന്ന് വരുമ്പോൾ 3 കപ്പലുണ്ടായിരുന്നു, ഇപ്പോൾ 2 കപ്പലേ ഉള്ളൂ. ഇതേ സമയത്ത് ക്യാമ്പിലുള്ള ആത്തലിസ്റ്റും കുറച്ചുപേരെയും കൂട്ടിയിട്ട് കാട്ടിനുള്ളിൽ പോകും മൃഗങ്ങളെ വേട്ടയാടാൻ രാത്രിയിലെ അത്താഴത്തിനായിട്ട്. അപ്പോൾ നോക്കി പെട്ടെന്ന് കിങ് എഗ്ബത്തിൻ്റെ സൈനികർ ഇവരെ അമ്പ് ചെയ്യും. കുറച്ചുപേരെ അമ്പെയ്ത് കൊല്ലും. പക്ഷേ എന്നാൽ എങ്ങനെയൊക്കെയോ ആത്തലിസ്റ്റോ മാത്രം ഓടി രക്ഷപ്പെട്ടു പോകും. ഒരു പുല്ലിൻ്റെ ഇടയിൽ പോയിട്ട് ഒളിഞ്ഞിരിക്കും. അങ്ങനെ ആ ക്ഷീണത്തിൽ അവിടെ തന്നെ കിടന്നുറങ്ങും. ആ രാത്രിയിൽ മുഴുവനായിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ കണ്ണ് തുറന്നതും ആത്തലിസ്റ്റിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സൈനികർ ഇങ്ങനെ ആത്തലിസ്റ്റിനെ ചുറ്റി വളയും. ഇവരെല്ലാവരും കിങ് എഗ്ബത്തിൻ്റെ സൈനികർ തന്നെയാണ്. അവരിങ്ങനെ അമ്പ് ചെയ്ത് കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ ആത്തലിസ്റ്റിനെ പറയും, എന്നെ കൊല്ലരുത്, ഞാൻ കീഴടങ്ങിയിരിക്കുന്നു, ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് അവരുടെ ഭാഷയിൽ പറയും. റാഗ്നർ ഹെൽഗയുടെ സഹായത്തോടു കൂടി തൻ്റെ കുടുംബം ഉള്ള സ്ഥലം കണ്ടുപിടിക്കും. അതായത് ആ അഴുക്കായിട്ടുള്ള വീട്ടിലേക്ക് ഓടിപ്പോകും. ആദ്യം അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളെയും കാണും. ഇപ്പോൾ പ്രിൻസസ് ആസ്ലോഗ് റാഗ്നറിൻ്റെ ഇപ്പോൾ ജനിച്ച കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരും. റാഗ്നറും അപ്പോൾ തന്നെ ആ കുഞ്ഞിനെ എടുത്തിട്ട് ഞാനിവനെ എന്താണ് വിളിക്കേണ്ടത് എന്ന് പറഞ്ഞ് ചോദിക്കും. സ്നേക്കിൻ്റെ കണ്ണാണ്. അപ്പോൾ സിഗരറ്റ് എന്ന് പറയും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ പ്രവചിച്ചതുപോലെ തന്നെ തെളിവ് കണ്ടോ, നമ്മുടെ മകൻ്റെ കണ്ണിൽ എൻ്റെ അച്ഛൻ കൊന്ന ആ സ്നേക്കിൻ്റെ രൂപം വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ റാഗ്നർ ഇതൊരു ശാപമൊന്നുമല്ല, ഇതൊരു അനുഗ്രഹമാണെന്ന് പറയും. ഇപ്പോൾ റാഗ്നർ അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളോടും, ദൈവങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ മേലെ ഒരു രൂപം എടുത്തിട്ടുണ്ട്, അവൻ ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറയും. എന്നിട്ട് ആസ്ലോഗിനോട്, നീ എന്നെ വീണ്ടും സന്തോഷവാനാക്കി എന്ന് പറയും. എല്ലാവരും കൂടി ഇങ്ങനെ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിൽഗ ഫ്ലോക്കിയോട്, നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം എനിക്കൊരു കുഞ്ഞു വേണമെന്ന് പറയും. അപ്പോൾ ഫ്ലോക്കി ഇങ്ങനെ ചിരിക്കും, നിനക്കെല്ലാം ഒരു തമാശയാണ്, നിനക്ക് കുഞ്ഞിനെ വേണമെന്നില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഫ്ലോക്കി, അവനും എന്നെപ്പോലെ ആകുമോ എന്ന് പറഞ്ഞ് എനിക്ക് പേടിയുണ്ട്, എല്ലാം നീ വിചാരിക്കുന്നത് പോലെയല്ല, നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയും. അതിനുശേഷം അപ്പോൾ തന്നെ അവിടേക്ക് റോളോ വരും. റോളോ വന്ന് റാഗ്നറിനെ റോളോനെയും കൂട്ടിക്കൊണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറയും, ഇപ്പോൾ ഈ നിമിഷം തന്നെ കാത്തഗട്ടിനെ നമ്മൾ ആക്രമിക്കണം, ഏൾബോഗിനെ എനിക്ക് തീർക്കണം, എൻ്റെ കുടുംബം അനുഭവിക്കുന്നതിന് എനിക്ക് അവനോട് പകരം ചോദിക്കണം, എൻ്റെ ഈ 2 കരങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് അവനെ കൊല്ലണം എന്ന് പറഞ്ഞ് പറയും. അതിന് ഞാനും നിൻ്റെ ഒപ്പം ഉണ്ടാവും സഹോദര, പക്ഷേ നിങ്ങൾ കടലിൽ നിന്ന് വരുമ്പോൾ അതിൽ ഒരു കപ്പൽ മാത്രം അറിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. ഏൾബോഗിനെ പരാജയപ്പെടുത്താൻ മാത്രം കാത്തഗട്ടിനെതിരായിട്ട് യുദ്ധം ചെയ്യാനുള്ള ആളുകൾ ഇപ്പോൾ നമുക്കൊപ്പമില്ല. ആളുകളെയൊക്കെ നമുക്ക് കണ്ടെത്താം, പക്ഷേ ഇനി കണ്ടെത്താൻ ഇവിടെ ആരും തന്നെ ഇല്ല. അതൊക്കെ ഞാൻ എത്രയോ ശ്രമിച്ചതാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ, നീ ഇവിടെ എത്തിയെന്നുള്ള കാര്യം അറിഞ്ഞാൽ നമ്മളെ കണ്ടുപിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. ഏൾബോഗ് നിന്റെ തലയ്ക്ക് വലിയൊരു വിലയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പറയും. ഏൾബോഗിൻ്റെ ഭാര്യ ടോർവി പുതുതായിട്ട് വിവാഹം കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുമെന്ന് വിചാരിച്ചാൽ ടോർവി ഏൾബോഗിൻ്റെ തലയിൽ ഇങ്ങനെ പെയിൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏൾബോഗ് ഇങ്ങനെ കത്തും, റാഗ്നറിൻ്റെ പേര് ചരിത്രത്തിൽ പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും എന്നതുപോലെ ഇങ്ങനെ കത്തും. വെക്സിസ് ഇംഗ്ലണ്ടിൽ ആത്തലിസ്റ്റിനെ പിടികൂടിയല്ലോ. കിങ് എഗ്ബത്തിൻ്റെ സൈനികർ ആത്തലിസ്റ്റിൻ ക്രിസ്ത്യാനിസത്തിന് എതിരായിട്ട് പോയത് കാരണം കൊണ്ട് അദ്ദേഹം ദ്രോഹം ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുരിശിലേറ്റും. 2 കൈകളിലും ആണികൾ കൊണ്ട് തറയ്ക്കും. കാണുന്ന നമ്മുടെ മനസ്സ് തന്നെ നന്നായിട്ട് വേദനിക്കും. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കൂ. ആത്തലിസ്റ്റിൻ്റെ ശരീരത്തിൽ നിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചോര വരും. ആ കുരിശിങ്ങനെ പൊക്കും. ഇപ്പം ആത്തലിസ്റ്റിൻ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആ ബിഷപ്പ്, ഇതാണ് നിന്റെ വിധി, മതം വിട്ടതിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നെ കുരിശിലേറ്റിയിരിക്കുന്നു, ആമേൻ എന്ന് പറഞ്ഞ് ആത്തലിസ്റ്റിനെ ഇങ്ങനെ കൊല്ലാൻ നിൽക്കുമ്പോൾ
ഇപ്പം അവിടേക്ക് കിങ് എഗ്ബത്ത് വന്നിട്ട് അത് തടുക്കും. അപ്പോൾ ആ ബിഷപ്പ് കുറേ അധികം നല്ലവരായിട്ടുള്ള ക്രിസ്ത്യൻസിനെയൊക്കെ ഇവൻ കൊന്നതാണ്, ഇവൻ മരിക്കേണ്ടവൻ തന്നെയാണ് എന്ന് പറയും. അപ്പോൾ കിങ് എഗ്ബത്ത് മര്യാദയ്ക്ക് അവനെ താഴെ ഇറക്ക് എന്ന് പറഞ്ഞിട്ട് പോകും. ഇപ്പോൾ അഴുക്കായിട്ടുള്ള വീട്ടിൽ റാഗ്നർ, ഫ്ലോക്കി, ഹെൽഗ, പ്രിൻസസ് ആസ്ലോഗ്, പിന്നെ അവരുടെ കുട്ടികൾ ഇവരെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇപ്പോൾ ഫ്ലോക്കി ഇങ്ങനെ ഓടി വരും. റാഗ്നർ അവർ വരുന്നുണ്ട്, എൽബോഗും അവൻ്റെ ആളുകളും നമ്മളെ തീർക്കാനുള്ള വരവാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കത്തും. ഇപ്പോൾ റാഗ്നറും വന്ന് നോക്കും. ഇപ്പോൾ ആ കൂട്ടം അടുത്തെത്തി. ഇപ്പോൾ എല്ലാവരും വിചാരിച്ചത് ആ കൂട്ടം എൽബോഗിൻ്റെ സൈന്യമാണെന്നാണ്. പക്ഷെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അത് എൽബോഗിന്റെ സൈന്യമല്ല, നമ്മുടെ ലഗാത്തയും ലഗാത്തയുടെ സൈന്യവുമാണ്. ഇപ്പൊ ലഗാത്ത റാഗ്നറിന്റെ അടുത്ത് വന്നതും റാഗ്നർ കുറെ കാലമായല്ലോ, അപ്പൊ ലഗാത്തയും ഹലോ റാഗ്നർ എന്ന് പറയും. ഇപ്പൊ ലഗാത്തയുടെ അടുത്ത് തന്നെ ഒരു ചെറുപ്പക്കാരൻ നന്നായിട്ട് വലുതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. റാഗ്നർ ഇങ്ങനെ അവനെ നോക്കും. നീ ആരാണെന്ന് പറഞ്ഞ് ചോദിക്കുക. അപ്പൊ ഞാൻ നിങ്ങളുടെ മകൻ ബിയാനാണെന്ന് പറയുമ്പോഴേക്കും റാഗ്നർ ഇങ്ങനെ പോയി കെട്ടിപ്പിടിക്കുക. എന്താണെന്ന് വെച്ചാൽ റാഗ്നറിന് മുൻപ് തന്നെ അറിയാം ഇത്രയും വലുതായത് ബിയാനായിരിക്കുമെന്ന്. കുറേ കാലമായി, കുറേ വർഷങ്ങളായി ബിയാനെ റാഗ്നറെ കണ്ടിട്ട് ഇപ്പോൾ റാഗ്നർ നല്ല സന്തോഷവാനാണ്. ഇപ്പോൾ ബിയാനും നല്ല സന്തോഷവാനാണ്. ഇപ്പോൾ റാഗ്നർ ബിയാനിങ്ങനെ നന്നായിട്ട് നോക്കും. നിനക്ക് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല എന്ന് മനസ്സിലായി, നീ എന്നെക്കാളും വലുതായിട്ടുണ്ട്. ഇതെല്ലാം കഴിയട്ടെ, പറയാൻ ഒത്തിരി കഥകളുണ്ട്. അച്ഛാ, നിങ്ങളുടെ ഓർമ്മകൾ എൻ്റെ രക്തബന്ധത്തിലുണ്ട്. ഞാനും നിൻ്റെ അമ്മയിലും ഉണ്ടായ എൻ്റെ മകൻ വിവേകിയും ശക്തനാണെന്ന് എനിക്കറിയാം. എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ അവളും ഇതുപോലെ തന്നെ ആയിരിക്കും. അതേടാ, അവളെപ്പറ്റി എൻ്റെ ഓർമ്മകൾ നിന്നെപ്പോലെ തന്നെയാണ്. ശരിയാണ്, കാലം ഒരുപാടായി. ഈ ഓർമ്മകളാണ് അച്ഛാ എൻ്റെ ജീവിതം. പക്ഷേ ഇതാ ഇപ്പോൾ ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പുനർജന്മം തന്നതുപോലെ നേടാൻ ഇനിയും ഒരുപാട് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ. അതേടാ, ഒരുപാടുണ്ട് എന്ന് പറഞ്ഞ് റാഗ്നർ അദ്ദേഹത്തിൻ്റെ മോൻ ബിയാനിങ്ങിനെ കൂട്ടിക്കൊണ്ടു പോകും. പക്ഷേ ഇത്രയും നേരമായിട്ട് റാഗ്നർ ലഗാത്തയോട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. ലഗാത്ത ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. പക്ഷേ എന്നാലും ലഗാത്ത അവരുടെ സൈനികരെയും കൂട്ടിയിട്ട് റാഗ്നർ ഉള്ള ആ അഴുക്കായിട്ടുള്ള വീട്ടിലേക്ക് പോകും. എവിടെ വെച്ച് ഈ എപ്പിസോഡും കഴിയുന്നു. ഇപ്പോൾ റാഗ്നറും ബിയാനും ഒരുമിച്ചു. ഇനി അടുത്തത് വരാൻ പോകുന്ന എപ്പിസോഡുകൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അടുത്ത ഇനി ഓരോരോ എപ്പിസോഡ് നല്ല തീ പോലെ ഉണ്ടാവും. ഞാൻ ഇതിന് മുൻപ് പറഞ്ഞതുപോലെ അതിനുവേണ്ടി കുറച്ച് കാത്തിരിക്കും. ഉടൻ തന്നെ അടുത്ത വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും.